എനിക്ക് തന്ന 3 വകുപ്പുകളിലൊന്നായിരുന്നു ദേവസ്വം, കയറും സഹകരണമായിരുന്നു മറ്റ് 2 വകുപ്പുകൾ. അപ്പോൾ ദേവസ്വം വകുപ്പ് ആ കാലത്തൊരു അത്ര വലിയ പ്രധാനപ്പെട്ട വകുപ്പായിട്ടൊന്നും ആരും കരുതിയിരുന്ന കാലമല്ല. പലരും അത് കൈകാര്യം ചെയ്തിട്ടും ഒരു പ്രധാന വകുപ്പായിട്ടൊന്നും അതിന് കരുതിയിരുന്നില്ല. പക്ഷേ 3.5 വർഷക്കാലം ഞാൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തു. അപ്പോൾ 3.5 വർഷം കഴിഞ്ഞപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ ക്യാബിനറ്റിലേക്ക് വന്നു. അപ്പോൾ അയാൾക്ക് കൊടുക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ട് ഈ വകുപ്പ് കൊടുക്കാമല്ലോ എന്നന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ ടെലിഫോണിൽ കൂടി എന്നോട് ചോദിച്ചു. ഞാനന്ന് അവിടെ ഹൈവേയിൽ താമസിക്കുന്ന കാലമാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയായപ്പോഴാണ് വിളിക്കുന്നത്. ഈ നിലയിൽ ഇങ്ങനെ കടന്നപ്പള്ളിക്ക് കൊടുക്കാൻ വകുപ്പൊന്നും നോക്കിയിട്ട് കാണുന്നില്ല, നമുക്ക് ദേവസ്വം വകുപ്പൊന്ന് കൊടുത്താൽ എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് പിന്നെ ബാക്കി കാര്യം ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് എന്നോട് പറഞ്ഞു. വേണ്ടത് അങ്ങനെ വകുപ്പ് അയാൾക്ക് കൊടുത്തു. പിന്നെ ഒന്നും സംസാരിച്ചൊന്നുമില്ല. അതാണ് 3.5 വർഷമാണ് മിനിസ്റ്റർ ആയിരുന്നത്. പക്ഷേ 3.5 വർഷം കൊണ്ട് ദേവസ്വം വകുപ്പ് വലിയ പ്രധാനപ്പെട്ട ഒരു വകുപ്പായിട്ട് കേരളത്തിൽ ജനങ്ങളുടെ മുമ്പാകെ വന്നു. കാരണം ഒരുപാട് സംഭവങ്ങളുണ്ടായി. ആ സംഭവങ്ങളോടുത്ത നിലപാടുകളും പ്രതികരണങ്ങളും പിന്നെ ഒരു ഫ്യൂഡൽ അടിത്തറയിലാണ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. രാജാക്കന്മാരൊക്കെ ഭരിക്കുമ്പോൾ പ്രഭുക്കന്മാരുടെയും നാടുവാഴികളുടെയൊക്കെ അവരുടെ മുൻകൈയോടെയും അവർക്ക് വേണ്ടിയൊക്കെയാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഫ്യൂഡൽ കീഴ്വഴക്കങ്ങളും കാര്യങ്ങളൊക്കെ ക്ഷേത്രങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ കാലത്തും അത്തരം ഫ്യൂഡൽ സ്വാധീനങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ചെലുത്താനും ആചാരങ്ങൾക്ക് പുറമെ ദുരാചാരങ്ങൾ നടപ്പാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ കണ്ടപ്പോൾ ഞാനതിനെ ശക്തമായി വിമർശിക്കുകയുണ്ടായി. ചില സമുദായ സംഘടനകളുമായിട്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ആശയപരമായ ഏറ്റുമുട്ടലൊക്കെ നടന്നു. പക്ഷേ അതിലൊന്നും നമുക്കൊരു പരാജയമൊന്നും ഉണ്ടായില്ല. നമ്മൾ പറയുന്ന മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അവരും അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ ആ കാലത്ത് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് വലിയൊരു സെറ്റ് അഴിമതിക്കാരായിരുന്നു. അവർ കീഴ്വഴക്കം പോലെ ഓരോ ഉദ്യോഗസ്ഥന്മാർ വേറെ ഉദ്യോഗസ്ഥൻ വന്നാലും ബഹുഭൂരിപക്ഷം പേരും, എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല, പലതരത്തിലുള്ള അഴിമതിക്കാരാണ്. ക്ഷേത്രങ്ങളൊന്നും കണക്കൊന്നും ഉണ്ടാവില്ല, പിന്നെ കാണിക്കയുടെ വരുമാനം, ഒരുപാട് പ്രശ്നങ്ങളാണ്. ശക്തമായ നിലപാടൊക്കെ എടുത്തു വന്നപ്പോഴേക്കും അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറേയൊക്കെ മാറി. ചരിത്ര പ്രാധാന്യമുള്ള കുറച്ച് നിയമനിർമ്മാണങ്ങൾ നടത്തി ആ 3.5 വർഷം കൊണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ വിവാദ വിഷയമായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കിടന്നൊരു കാലമാണ്. നമ്മുടെ UDF നോമിനിയായിരുന്ന പഴയ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ചെയർമാനായിരുന്ന രാമൻ നായർ, അദ്ദേഹം ചെയർമാനായിരുന്നു. പിന്നെ ഒരു പുനലൂർ മധു, ശ്രീകുമാർ, ഇവരെല്ലാമായിരുന്നു. ഇവരുടെ 3 പേരുടെയും കാലത്തെ ഭരണസമിതിയെപ്പറ്റി വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നു. NSS തന്നെ ഇവരെ എല്ലാവരെയും രാമൻ നായരെ അടക്കം തള്ളിപ്പറഞ്ഞു. പ്രശ്നങ്ങളായി. ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൽ അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അവർ തമ്മിൽ യോജിപ്പില്ല, സർക്കാരുമായിട്ട് ഒട്ടും യോജിച്ചു. അവരെ നിയമിച്ച UDF സർക്കാർ അവരും തമ്മിൽ വലിയ തർക്കമായി. ആരും അവർ അംഗീകരിക്കത്തില്ല എന്നുള്ള മട്ടിലായിരുന്നു. അപ്പോൾ ആ അവസരത്തിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞാൻ ആ ബോർഡൊക്കെ പിരിച്ചു വിട്ടു.